സുധിയേട്ടൻ ഉറങ്ങിയോ? ഉറങ്ങിനാ തോന്നുന്നത്. ഉറങ്ങിയില്ലെങ്കിലേ എന്റെ ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് പറഞ്ഞോളൂ. തീർച്ചയായും. ഉറങ്ങിയോ ആവോ? ലിയ വിളിച്ചിരുന്നു. അതിന് ഞെട്ടുന്ന എന്തിനാ? ആ വെള്ളം ഇങ്ങെടുക്ക്. എന്തു പറഞ്ഞു? ഒരു സ്പെഷ്യൽ ഗുഡ് നൈറ്റ് കൊടുക്കാൻ പറഞ്ഞു. പാവം കുട്ടി അല്ല സുധിയേട്ടാ? ആ സുധിയേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഈ മുടി വെട്ടിക്കാറായില്ലേ? നാളെ വെട്ടിച്ചാ പോരെ? ഓ മതി. ഹലോ, ഞാനാ. മനസ്സിലായി. എന്താ കുട്ടി, എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ? എനിക്ക് സുധിയേട്ടനെ വിളിക്കണം തോന്നി, ഞാൻ വിളിച്ചു. അതൊരു തെറ്റാ? തെറ്റ് തന്നെയാണ്. നീ മനസ്സിലുള്ളൊക്കെ വിട്ട് എന്നെ വിളിക്ക്. എന്നാലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റൂ. ഇന്നെന്താ പപ്പുവിനെ കൊണ്ടുവിടാൻ വരാഞ്ഞേ? ഞാൻ കാത്തിരുന്നു. എന്നെ പേടിച്ചിട്ടാണോ? മീനു കൊണ്ട് വിട്ടോളാന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഒരു ബേർഡൻ ആവില്ല. ദൂരെ മാറിയെന്നെങ്കിലും എനിക്ക് കാണാനുള്ള അനുവാദം തന്നൂടെ? എന്താ ലിയ നീ പറയുന്നത്? അങ്ങനൊന്നും ചിന്തിക്കരുത്. എനിക്ക് എന്റെ വിഷമം പറയാൻ മീനാക്ഷി ചേച്ചി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ചേച്ചിനോട് പറയാൻ പറ്റില്ലല്ലോ. അയ്യോ എന്റെ ദൈവമേ, ആവശ്യമില്ലാത്തൊന്നും കാട്ടിക്കൂട്ടരുതേ. ഇല്ല, പക്ഷേ ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് മിണ്ടാനാ? എനിക്കിപ്പോ നിന്നെ കാണുന്നത് തന്നെ പേടിയാ. എന്തിനാ എന്നെ പേടിക്കുന്നേ? ഞാൻ എന്റെ മനസ്സിലുള്ള കാര്യം സുധിയേട്ടനോട് പറഞ്ഞോണ്ടാണോ? അങ്ങനെ പറഞ്ഞല്ല ലിയ. ഓ, ഞാൻ നിന്നെ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? എനിക്ക് എല്ലാം മനസ്സിലാവും. നീ എല്ലാം മറക്കണം. ആവശ്യമില്ലാത്ത ചിന്തകളിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിഷ്ടമാണ് ഒരുപാട്. ഒരിക്കലും മറക്കാൻ എന്നെ കൊണ്ടാവില്ല. വേണ്ട ലിയ, പ്ലീസ്. ഐ ആം എ ഫാമിലി മാൻ.